അറുതിയില്ലാത്ത അക്രമ സംഭവങ്ങളുടെ കേന്ദ്രമായി കൊച്ചി നഗരം മാറുകയാണോ? ഏറ്റവും ഒടുവിലത്തെ സംഭവം പള്ളത്താംകുളങ്ങരയിലെ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് നേരെ ഉണ്ടായ കടുത്ത ആക്രമണമാണ്. അതിക്രൂരമായ മർദ്ദനമാണ് ഈ വനിതാ ഓട്ടോ ഡ്രൈവർ ഇന്നലെ അനുഭവിച്ചത്. എന്തിനാണ് ആക്രമിക്കപ്പെട്ടത് എന്നുപോലും അവർക്കിതുവരെ അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഓട്ടോറിക്ഷ ഓടിച്ച കുടുംബം പുലർത്തിയിരുന്ന ആ യുവതി കടുത്ത രീതിയിൽ ആക്രമിക്കപ്പെട്ടു. നട്ടലിനും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റു. ചികിത്സയിൽ തുടരുകയാണ്. ആക്രമണം നടത്തിയവർ ഇപ്പോഴും ഇരുട്ടിൻ്റെ മറവിലാണ്. അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നേ പറ്റൂ. ചാത്തങ്ങാട് ബീച്ചിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് ജയ എന്ന ഓട്ടോ ഡ്രൈവറെ ഇന്നലെ രാത്രി അതിക്രൂരമായി ഉപദ്രവിച്ച ശേഷം അക്രമികൾ മുങ്ങുകയും ചെയ്തത്. ക്രൂരമായ ഉപദ്രവത്തിൽ നട്ടലിനും വാരിയലിനും അടക്കം പരിക്കേറ്റ ജയ ഇപ്പോൾ ICUവിൽ ചികിത്സയിൽ കഴിയുകയാണ്. പ്രായമായ അമ്മയടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ജയ. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ചിരുന്ന യുവതിയെയാണ് ഇന്നലെ ഇരുട്ടിന്റെ മറവിൽ ജീവിക്കുന്ന 3 ക്രിമിനലുകൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചത്. ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയെ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞതോടെയാണ് സന്ധ്യയ്ക്ക് 6 മണിയായിട്ടും ജയ ഓട്ടം പോകാൻ തയ്യാറായത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലടക്കം പോയ ശേഷം തിരികെ ചാത്തങ്ങാട് ബീച്ചിൽ പോകണമെന്ന് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 3 പേർ ആവശ്യപ്പെട്ടു. അവിടെ വെച്ചാണ് ജയ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. ഭാരമുള്ള വസ്തു കൊണ്ടുള്ള ഇടിയേറ്റ് ജയയുടെ കൈക്ക് ഒടിവ് സംഭവിച്ചു. ഒന്നിലധികം വാരിയലുകൾ പൊട്ടി. നടുവിന് ഗുരുതരമായി പരിക്കേറ്റു. നന്നായിട്ട് തല്ലിയിട്ടുണ്ട്. പുറത്തൊക്കെ മൊത്തം ഇടിച്ച പാടാണ്. നട്ടലിന് പൊട്ടലുണ്ട്. ഈ പക്കിലുള്ള 2 വാരിയലിന് പൊട്ടുണ്ട്. ഇപ്പൊ കൈ പിടിഞ്ഞിട്ടുണ്ട്. പിന്നെ ലങ്സിന്റെ അവിടെ ബ്ലഡ് കെട്ടി കണ്ടിട്ട് ഇപ്പൊ അവിടെ ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോയി. ജയയെ ക്രൂരമായി ആക്രമിച്ച ശേഷം ഫോണും മോഷ്ടിച്ചുകൊണ്ടാണ് അക്രമികൾ കടന്നു കളഞ്ഞത്. ശരീരമാസകലം മുറിവുകളും ഒടിവുകളും സംഭവിച്ച ജയയെ പോലീസ് എത്തിയാണ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിളിച്ച് കിടക്കണേ, എന്നെ രക്ഷിക്കുക, എന്നെ രക്ഷിക്കുക, എന്നെ 3 ആൾക്കാർ വന്ന് തല്ലിയിട്ടുണ്ട് പോയി, എന്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോയി, എന്നെ രക്ഷിക്കുക എന്നും പറഞ്ഞിട്ടാണ് ഇവർ കിടന്ന് വിളിക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ പോലീസുകാർ ഇവിടെ വന്ന്, ഞാനപ്പോ ഇവര് ഈ യുവതി പറയാണ്ട് ഇല്ലാസ്ഖാനെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അവരൊരു സ്റ്റാൻഡിൽ ഓർണതാണ്. ഞാനപ്പോ പുള്ളിനെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന്. അക്രമ സംഭവത്തിൽ ഞാറക്കൽ പോലീസ് കേസെടുത്തുവെങ്കിലും പ്രതികളെ കുറിച്ച് ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇതോടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം പ്രതിഷേധവുമായി റോഡിലിറങ്ങി. ജയ ആക്രമിക്കപ്പെട്ട ചാത്തങ്ങാട് ബീച്ചിലേക്കുള്ള വഴിയിൽ വഴിവിളക്കുകളൊന്നും കത്താത്തതും CCTV ക്യാമറകൾ ഇല്ലാത്തതും അക്രമികൾക്ക് രക്ഷയായി. ജയയുടെ അക്രമികളെ കണ്ടുപിടിക്കാൻ താമസിച്ചാൽ ശക്തമായ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അസമയത്തും ജയ ആ ഓട്ടത്തിന് തയ്യാറായത്. അങ്ങനെ സഹായ മനസ്കയായി മുന്നോട്ട് വന്ന ഒരു യുവതിയെയാണ് ക്രൂരമായി ഉപദ്രവിച്ചത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴും ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ കഷ്ടപ്പെടുകയാണ് ആ കുടുംബം. ക്രിമിനലുകളെ കണ്ടെത്തുന്നതിനൊപ്പം തന്നെ ജയയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനും പൊതുസമൂഹം ഉൾപ്പെടെ തയ്യാറാകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ക്യാമറമാൻ റിജയ്ക്കൊപ്പം S. ശ്യാംകുമാർ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചി പഴയ കൊച്ചിയല്ല നമ്മൾ പറയാറുണ്ട്. കൊച്ചി നഗരം വളരുകയാണ്. ഈ നഗരം വളരുമ്പോൾ അതിൻ്റെ ഓരങ്ങളിൽ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരും വളരും എന്നത് ഏത് നഗരത്തിൻ്റെ വളർച്ച പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകും. കൊച്ചി നഗരത്തിലെ ഈ അധോലോക സംഘങ്ങളെ അമർച്ച ചെയ്യാൻ കഴിയണം. പാവ ഒരു കുടുംബം പോറ്റാൻ വേണ്ടി ഓട്ടോറിക്ഷ ഓടിച്ചൊരു വനിതയാണ് ഇപ്പോൾ അതിഭീകരമായി ആക്രമിക്കപ്പെട്ടത്. എന്തായാലും ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പോലീസ് എല്ലാ ശാസ്ത്രീയ സാധ്യതകളും ഉപയോഗിച്ച് ഇവരെ ഇരുമ്പഴിക്കുള്ളിലാക്കുക. അതല്ലെങ്കിൽ ഈ കൊച്ചി നഗരത്തിൽ രാത്രിയും പകലുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വനിതകൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയില്ല എന്ന് വരും. മാത്രമല്ല ഈ മഹാനഗരത്തിൽ ആളുകൾക്ക് ഇറങ്ങി യാത്ര ചെയ്യാനും പ്രയാസം തോന്നും രാത്രി പുലർന്നാൽ.